ഹലോ ഡിയർ ക്ലാസ് 8 സ്റ്റുഡൻസ്, എല്ലാവരും ആനുവൽ എക്സാമിൻ്റെ തിരക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, നമ്മൾ മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ള NMMS എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞങ്ങളടക്കം ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് NMMSൻ്റെ റിസൾട്ട് വന്നോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം മാർച്ച് 21-നാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കഴിഞ്ഞ നിങ്ങളുടെ സീനിയർ ബാച്ചിൻ്റെ NMMS റിസൾട്ട് ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് മാർച്ച് 21-നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏകദേശം മാർച്ച് ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ഏപ്രിലൊക്കെ തന്നെ റിസൾട്ട് വരേണ്ടതാണ്. പക്ഷേ നമ്മൾ NMMSൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കാര്യം, ഏറ്റവും അവസാനം വന്ന അപ്ഡേറ്റ് എന്താ, പ്രൊവിഷണൽ ആൻസർ കീ വന്നു. അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഫോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആൻസർ കീയിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അത് രണ്ടിന് ശേഷം സാധാരണ സംഭവിക്കാറുള്ളത് NMMSൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും, അതിനുശേഷം റിസൾട്ട് വരിക ചെയ്യുക. പക്ഷേ ആ ഒരു ഫൈനൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 21-നാണ് 2023 NMMSൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയത്. ഈ വർഷം അത് മാർച്ച് 21-നോ അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് വീക്കോ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ ഒക്കെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ലേക്കൊക്കെ കടക്കുന്ന കുട്ടികൾക്ക് 9 മുതൽ 12ാം ക്ലാസ് വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ആവേശമാണ്. ഒരു സ്കോളർഷിപ്പൊക്കെ കിട്ടി, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് 3400 സ്റ്റുഡൻസിൽ ഒരാളായി മാറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതെന്താണ്, നമുക്ക് ഇനിയും നന്നായിട്ട് പഠിക്കാൻ മുന്നേറാനുള്ള ഒരു ആവശ്യം കൂടിയാണത്. സോ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. മീൻവൈൽ എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആനുവൽ എക്സാമിൻ്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആവാൻ പോവുകയാണ്. അതെല്ലാവരും കാണുക. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ X&Y ഫാക്കൽറ്റി ടീം പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ്. അതിൽ നിന്ന് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും വരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് വെക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് തന്നെ. അതിനൊക്കെ വേണ്ടി എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക. ആൻഡ് NMMSനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് വരട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. എന്തായാലും ഒരു 120 എബവ് മാർക്കൊക്കെ വാങ്ങിയ ആളുകൾക്കൊക്കെ സേഫായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം കിട്ടുമെന്നുള്ള കാര്യത്തിൽ. ചില ഡിസ്ട്രിക്റ്റുകളിലൊക്കെ നമുക്കറിയാം 110 മതി. ചില കാറ്റഗറീസിന് SC ST കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ 100 അല്ലെങ്കിൽ ലെസ് ദാൻ 100 ഒക്കെ മതി. അപ്പം ജില്ലകൾക്കനുസരിച്ചും കാറ്റഗറിക്ക് അനുസരിച്ചൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് മാറാറുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ജനറലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 120 എബവ് ഉള്ള ആളുകൾക്കൊക്കെ സമാധാനമായിട്ടിരിക്കാം. നല്ലൊരു ശതമാനം കിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത്, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ട്രിക്റ്റ് വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വന്നതാണ്. പുതിയതായിട്ട് ഇതുവരെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും NMMSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം മാർച്ച് 21-നായിരുന്നു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. എല്ലാവർക്കും ആനുവൽ എക്സാംസിന് ഓൾ ദ ബെസ്റ്റ് ഫ്രം X&Y എൻ്റയർ ടീമിൽ നിന്ന് ഞാൻ നേരുന്നു. ഓക്കെ, ഗുഡ് ബൈ.